അതന്നെയാണ് മോനെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ ലഹരിയിലേക്ക് വന്നാൽ നീ ചത്തുപോകും. വാക്ക് പോലും അങ്ങനെ പ്രയോഗിക്കണം എന്നാ. ഈ ട്രെയിനിന്റെ വാക്ക് ഞാൻ 5 വാക്ക് പ്രയോഗിക്കണം. 5 വാക്ക്. വേണ്ട വേണ്ട, ലഹരി വേണ്ട, ജയിലിലാകും. വേണ്ട വേണ്ട, ലഹരി വേണ്ട, ജയിലിലാകും. 2, വേണ്ട വേണ്ട, ലഹരി വേണ്ട, തെരുവിലാകും. 3, വേണ്ട വേണ്ട, ലഹരി വേണ്ട, ആശുപത്രിയിലാകും. വേണ്ട വേണ്ട, ലഹരി വേണ്ട, ഭ്രാന്താലയത്തിലാകും. വേണ്ട വേണ്ട, ലഹരി വേണ്ട, ശ്മശാനത്തിലാകും. 5 കാര്യങ്ങൾ എഴുതി വെക്കണം സ്കൂളിൽ. 5 കാര്യങ്ങൾ കുട്ടികൾക്ക് എത്തിക്കണം. കാരണം ഇനി ജാഗ്രത അല്ല വേണ്ടത്, ഭയമാണ് വേണ്ടത്. ഇത് തൊട്ടാൽ ആട്ടപടലം, ഞാൻ തകർന്ന് തരിപ്പണമാകും എന്ന് നമ്മുടെ കുട്ടികൾക്ക് തോന്നണം. അവരോട് സംസാരിക്കുന്ന പാറ്റേൺ പോലും അങ്ങനെ ആയിരിക്കണം. കറങ്ങിപ്പോകും, നിന്റെ ഞരമ്പുകൾ വാടും, നിന്റെ ഹൃദയം തകർന്നു പോകും, നിന്റെ കിഡ്നി തകർന്ന് തരിപ്പണമാകും, നീ പണ്ടാറമടങ്ങും. മറ്റതെന്താ പറഞ്ഞ അവയർനെസ് പ്രോഗ്രാം, പണ്ട് അവയർനെസ് പ്രോഗ്രാം. അതെ, ഒരു വെളുത്ത സാധനം കിട്ടാണ്ട് അതുകൊണ്ട് കഴിച്ചാൽ പിന്നെ കിളിയുണ്ട് പോയി. കിളി പോയതിനെ കുറിച്ച് ആലോചിക്കാം. പിന്നെ നീ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു വെള്ള നിറത്തിലെ സാധനം പോയി കുട്ടിയോട് വാങ്ങിച്ചിട്ട് കത്തിച്ച് കഴിക്കുന്നു. അവയർനെസ് ക്ലാസ് കേട്ടോ. കുട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് എവിടുക്ക പോകുന്നറിയോ? ഈ മറ്റൊടത്തേക്ക് പോയി എടുക്ക്, ആ വെള്ള സാധനം കിട്ടുന്നിടത്തേക്ക് പോകും. ആ കിട്ടിയിട്ട് അവിടുന്ന് അത് വാങ്ങിക്കും, ഫെവിക്കോള് കത്തിക്കും, വലിക്കും. അവിടുന്ന് ആദ്യം തുടങ്ങിയത്. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മുഴുവൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ലഹരിയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകുന്ന ക്ലാസ്സുകളായിരുന്നു. MDMA എന്താന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചു നമ്മൾ. ഇല്ലേ? മറ്റേ MDMA മുമ്പിലിരിക്കുന്ന മനസ്സിലായില്ല, കൽക്കണ്ടെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വന്ന് പറഞ്ഞ കൽക്കണ്ടല്ല അത് MDMA ആണ്, അത് എടുത്ത് കഴിച്ചാൽ കിളി പോകുന്നു. അപ്പൊ അവിടുത്തെ ആരും പറഞ്ഞ കൺഫ്യൂഷൻ ആയിരുന്നു, കൽക്കണ്ടാണോ MDMA ആണോ എന്ന്. നമ്മൾ ക്ലാസ് വെച്ചിട്ടാണ് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെ ബോധവൽക്കരണം നടത്തിയില്ലേ? നടത്തിയപ്പോ അവർക്ക് എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായി. നിങ്ങൾ നോക്കണം, സാമൂഹ്യ മാധ്യമങ്ങളുടെ OTT പ്ലാറ്റ്ഫോം അറിയോ? OTT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, നിങ്ങൾ അറിയാം, OTT പ്ലാറ്റ്ഫോമിൽ സെൻസറിങ് ഇല്ല. അതിൽ വരുന്ന ഒരു പടത്തിനും സെൻസറിങ് ഇല്ല. കാരണം അതിന് ഇന്റർനാഷണൽ ലോ ആണ്. ഇതിനൊക്കെ ഇന്റർനാഷണൽ ലോ ആണ്. രാജ്യത്തിനടുത്ത് ലോക നിയമത്തിന് അവിടെ കാര്യമില്ല. പക്ഷെ ഈ OTT പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ അവിടെ സെൻസറിങ് ഇല്ല. നോ മാൻസ് ലാൻഡ് ആരോ സിനിമ കാണരുത് കേട്ടോ. അല്ല, അതല്ല, ഞാനിത് പറഞ്ഞു പോയിട്ട് ഇന്ന് പോയിട്ട് സുൽത്താന ബാങ്കിലേക്ക് പോകുമ്പോൾ OTT ഈ സിനിമക്ക് വല്ലാത്തൊരു ഡിമാൻഡ്. അതും അധ്യാപകര് സാധാരണ സിനിമ കാണില്ല എന്ന് പറഞ്ഞ മുമ്പടക്കം. നോമാൻസ് ഡയറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, അറിയുന്നത് കണ്ടുണ്ടോ? കണ്ടവർ കൈവക്കും. നമ്മുടെ നാട്ടുകാരുടെ സിനിമയാണ് നോമാൻസ് ഡയറി എന്ന് പറഞ്ഞ സിനിമയിൽ. ആ സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ ആ സിനിമയ്ക്ക് ഫിനാൻസ് കൊടുത്തിട്ടുള്ളത് ലഹരി മാഫിയാണ്. കാരണം ഈ നോമാൻസ് ഡയറി എന്ന സിനിമയിൽ ഈ പറഞ്ഞ MDMA ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ ഇത് എങ്ങനെ ശാസ്ത്രീയമായി ഉപയോഗിക്കാമെന്നൊരു ആശയക്കുഴപ്പമുണ്ടായിട്ട്, ആ ആശയക്കുഴപ്പം തീർക്കാൻ വേണ്ടി അവർ ഈ സിനിമ പൈസ കൊടുത്തിറക്കിയത്. ആ സിനിമ കണ്ടാൽ MDMA എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് കൃത്യമായി ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല MDMA കഴിച്ചാൽ എത്രമാത്രം സുഖമുണ്ടാകുമെന്നത് ആ സിനിമയിൽ പോർട്രേ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ കുട്ടികൾ കാണുമ്പോൾ ആ കുട്ടികൾക്ക് MDMA നിങ്ങൾ കണ്ടു ആ സിനിമ ആരും കാണട്ടോ? കാണുകയാണെങ്കിൽ തന്നെയും കാണാൻ ഇന്നിപ്പോ OTT പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ഒരു 5 മിനിറ്റ് കാണാം. പക്ഷെ കാണുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് തുറന്നോളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ കുട്ടി ഒരു OTT തുറക്കുമ്പോൾ ആദ്യം നോമാൻസ് ഡയറി കിടക്കുന്നുണ്ടാവും. നിങ്ങൾ കണ്ടതിൻ്റെ അപ്പൊ യൂട്യൂബിലല്ല, അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നു. ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടിയത്. നിങ്ങൾക്കറിയോ? കുട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായ ഞാൻ പറയുന്നത്? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ആ, കൊലപാതകങ്ങൾ ഇപ്പൊ കണ്ടവനോ? എന്താ കൊലപാതകം? ഏറ്റവും അടുത്ത ആളുകളെ കൊല്ലുന്നു. എന്താ കാരണം? അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അമ്മയോട് സ്നേഹമില്ല. എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് എന്താണ്? അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിക്കുന്നു. അമ്മയാണ് നിന്റെ ഏറ്റവും അടുത്തത് എന്ന് മഹാഭാരതവും ഗീതയും ബൈബിളും ഖുർആനും ഒക്കെ പഠിപ്പിക്കുന്നു. സമൂഹത്തിൽ അങ്ങനെ നിയമം നിലനിൽക്കുന്നു, രക്തബന്ധം നിലനിൽക്കുന്നു. അത്ര കണ്ട് സ്നേഹമുള്ളവർ എങ്ങനെ
കൊല ചെയ്യപ്പെടുന്നു. നിങ്ങൾ ആലോചിക്കില്ല, സ്നേഹമില്ലാണ്ടാണോ? അല്ല അല്ല. ഈ ലഹരി കഴിച്ചാൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടാകുന്നു. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്നെ കൊല്ലാൻ വരുന്നുണ്ട് എന്ന് തോന്നുക. ഒരാൾ നമ്മളെ കൊല്ലാൻ വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അരയിൽ ഒരു കത്തി വെക്കും, ഒരു ആയുധം വെക്കും. ആയുധം വെച്ച് അച്ഛൻ എന്തെങ്കിലും ചൂടാകുമ്പോൾ ഈ അച്ഛൻ എന്നെ കൊല്ലാൻ വരുന്നതാണെന്ന് ഈ ഹാലൂസിനേഷനുള്ള ആൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അച്ഛനിട്ട് കയറ്റും. അപ്പോ പാരന്റ്, മാതാപിതാ, ടീച്ചേഴ്സ്, അച്ഛനും അതല്ല ടീച്ചേഴ്സ്, നിങ്ങൾ വടിയൊക്കെ എല്ലുമ്പോഴും തോന്നും അച്ഛനല്ലേ. നിങ്ങൾ കണ്ടല്ലോ കുറച്ച് ദിവസം മുമ്പ് മൊബൈൽ ഫോൺ വാങ്ങിച്ചപ്പോ താൻ പുറത്തേക്ക് ഇറങ്ങണോ, തന്റെ കാര്യം അച്ഛനെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു അഗ്രസീവാണ് കുട്ടികൾ അല്ലേ? ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം കുട്ടികൾക്ക്, ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം. നിങ്ങൾ ആലോചിക്കുക, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യം ആൻസറുകൾ കുട്ടികൾക്ക് കൊടുക്കരുത്. കാരണം കുട്ടികൾക്ക് അത് പഠിക്കാനുള്ള സമയമില്ല. എപ്പോഴും ഷോർട്ടായിട്ടാണ് കുട്ടികൾ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എല്ലാ നോട്ടുകളും ഉണ്ടാക്കിക്കൊണ്ടുവരും, ഷോർട്ടാക്കി ഇടണം. അത് പഠിക്കാൻ അവർക്ക് എന്തുള്ളൂ? നേരമുള്ളൂ. ഒരു 3/4 മണിക്കൂർ ക്ലാസ്സിൽ നിങ്ങൾ 10 കഥാപാത്രങ്ങളിലൂടെ പോകണം. നിങ്ങൾ ക്ലാസ്സിൽ 10 സ്ഥലത്ത് നിന്ന് ക്ലാസ് എടുക്കണം. ആദ്യത്തെ പോയിന്റ് ഇവിടെ ഒന്ന് പറഞ്ഞു, പിന്നത്തെ പോയിന്റ് അവിടെ ഒന്ന് പറഞ്ഞു. ഇതെന്താ മാഷികളെന്ന് ഓടിക്കളിക്കണം? ഓടിക്കളിക്കാതെ രക്ഷയില്ല. കാരണം എന്താ പറയുക, ഒരേ കാഴ്ച തന്നെ കുട്ടികൾക്ക് കണ്ടു നിൽക്കാനുള്ള പ്രയാസം ഉണ്ട്. ഇടയ്ക്കൊന്ന് എണീക്കാൻ പറയണം, ഇടയ്ക്കൊന്ന് കൈയടിക്കാൻ പറയണം, ഇടയ്ക്ക് പാട്ടൊന്ന് പാടാൻ പറയണം. അങ്ങനെ പറയുമ്പോൾ ഞാനൊരു പാട്ട് പാടിയണം. പാട്ട് പാടിയത് വെച്ചപ്പോ എന്റെ മുഖത്തിൽ തുളിച്ചിരുന്നു അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നമ്മൾ ക്ലാസ്സിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് മാറണം. നമ്മുടെ കുട്ടികളുടെ ഇൻഫ്ലുവൻസേഴ്സിനെ മനസ്സിലാക്കണം, ബ്ലോഗേഴ്സിനെ മനസ്സിലാക്കണം, യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ ചോദിക്കും, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഇല്ലാത്ത കുട്ടികളെ നിങ്ങൾ എന്ത് വിളിക്കും? അവരെ മറ്റേ ക്ലാസ്സിൽ വിളിച്ചെടുത്തിട്ട് നമ്മുടെ സ്കൂളിൽ ഇത്ര കണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ യൂട്യൂബും ഉള്ള ഈ കാലഘട്ടത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുടെ ഈ ലോകം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കൂളിലെ എല്ലാവർക്കും മാതൃകയായി ഒരു ചെറുപ്പക്കാരനും ഒരു കുട്ടിയും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ സ്കൂളിലുണ്ട്. അടുത്ത ദിവസം അസംബ്ലിയിൽ വെച്ച് ആ കുട്ടിക്ക് ഞങ്ങൾ മൊമെന്റോ നൽകി ആദരിക്കാൻ പോവാണ്. പറയോ? പണ്ട് നമുക്ക് ഇമെയിൽ ഐ ഡിയും ഓവർപുട്ടും ഐ ഡി ഉണ്ടായിരുന്നില്ലേ? ഇന്നത്തെ തലമുറയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാകണം, ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടാകണം, ഒരു ഫേസ്ബുക്ക് ഐ ഡി എന്തായാലും ഉണ്ടാകണം. അപ്പൊ ഇവരെന്ത് പഠിപ്പിക്കണം? നിങ്ങളെല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ സ്കൂളിൽ കുട്ടികൾക്ക് അതായത് സോഷ്യൽ മീഡിയ ലിറ്ററസി പ്രോഗ്രാം സംഘടിപ്പിക്കണം. ഞാൻ എഴുതി വെക്കേണ്ട പോയിന്റാണ്, സോഷ്യൽ മീഡിയ ലിറ്ററസി പ്രോഗ്രാം സംഘടിപ്പിക്കണം. ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് പ്രത്യേകമായി പഠിക്കണം. കാരണം എന്താ പറയുക, 3 തലമാണ് ഒരു വിഷയത്തിലുള്ളത്. ഞാൻ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ കുട്ടികളോട് പറയുന്ന 3 കാര്യങ്ങളാണ്. 1, ഒരു വിഷയം നിനക്കുണ്ടായാൽ അത് നിനക്ക് സ്വയം പരിഹരിക്കാൻ കഴിയും. 2, നിനക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കെങ്കിലും അത് നിനക്ക് പരിഹരിച്ചു തരാൻ കഴിയും. 3, നിനക്കും മറ്റൊരാൾക്കും അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ നീ തകർന്ന് തരിപ്പണമാകും.